നിരോധിച്ചു പോന്നിട്ടുണ്ട്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നിലപാട് എന്താണ് എന്ന് അതുകൂടി അറിയേണ്ടതുണ്ട്. കേരളത്തിലെ അപകടകരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോ നിരവധി പേർ CPIM-ൽ നിന്ന് നേരെ BJP-യിലേക്ക് പോകുന്നു. എന്ത് കേരളം, എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പ്രവചിക്കാൻ പറ്റാത്ത വിധമാണ് രാഷ്ട്രീയ സാഹചര്യം മാറി നിൽക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കുമ്പോ ഏതാണ്ട് 10-40 നിയോജക മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് BJP-ക്ക് എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തുന്നു. മാത്രവുമല്ല, ഓപ്പറേഷൻ താമര എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഒരു ഇടപെടൽ, ആ ഇടപെടൽ കേരളത്തിലും അവർ സാധ്യമാക്കാൻ വേണ്ടി കാര്യങ്ങൾ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കലങ്ങി മറിഞ്ഞ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ കേരള പശ്ചാത്തലത്തിലുണ്ട്. ഇന്ന് കേരള അസംബ്ലിയിൽ ഒരു BJP അംഗമില്ല എന്ന് അഭിമാനത്തോടുകൂടി കേരളം വിളിച്ചു പറയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എന്തുകൊണ്ടും അവകാശപ്പെട്ട ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. എങ്കിൽ ഞങ്ങളെ കൊണ്ട് മാത്രമാകുന്നതല്ല വരാൻ പോകുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റ സാധ്യത എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കോൺഗ്രസിന്, മുസ്ലിം ലീഗിന്, CPIM-ന്, UDF-ന്, LDF-ന് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുള്ളതുപോലെ SDPI-ക്കും കൂട്ടുത്തരവാദിത്തമേ ഉള്ളൂ എന്ന് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായി അത് മാറുന്ന പശ്ചാത്തലം മാറേണ്ടതുണ്ട്, സാഹചര്യം മാറേണ്ടതുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം 2 മുന്നണികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് NDA, മറ്റൊന്ന് PA. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി ഇപ്പുറത്തുണ്ടായിരുന്നു, അപ്പുറത്ത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി. ഈ 2 മുന്നണി, ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ NDA മുന്നണിയും. ആ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി കോൺഗ്രസും CPIM-ഉം മുസ്ലിം ലീഗും ഒക്കെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ആ ഘടകകക്ഷികൾ എല്ലാവരും ചേർന്ന് കേരളത്തിൽ ആര് ഭരിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടിയ ശേഷം ഭരണ വിഷയത്തെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. പക്ഷേ അതിന്റെ മുൻപ് BJP-യുടെ പരാജയം ഉറപ്പുവരുത്താൻ നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ട് അജണ്ട? എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്ലാന്? ആ പ്ലാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ SDPI വരും നാളുകളിൽ പറയിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ നിലപാട് പറയണം. ഈ കേരള പൊതു തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടുകൾ പറയണം. ഓരോ പാർട്ടിയും നിലപാട് പറയണം. അത് മഞ്ചേശ്വരത്ത്, അത് നേമത്ത്, കേരളത്തിലെ ഏതൊക്കെ അസംബ്ലി മണ്ഡലങ്ങളിൽ BJP-ക്ക് സാധ്യതയുണ്ടോ ആ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവരുടെ പരാജയം ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ പാർട്ടി ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പരസ്പരം മുന്നണി മാറി മത്സരിച്ച് തങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ മെച്ച പറയുന്നതിന് പകരം തങ്ങളുടെ ഇന്നത്തെ ചരിത്രപരമായ കേരളീയ പശ്ചാത്തലത്തിലെ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്കാകും വിധം നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയാനുള്ള പദ്ധതി എന്താണ് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, UDF വരോ LDF വരോ എന്നതിനപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടകരമായ കേരളീയ സമൂഹത്തിലെ, സാംസ്കാരിക കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകേണ്ടത് BJP-യെ എങ്ങനെ അകറ്റി നിർത്താൻ നമുക്കാകുമെന്നതായിരിക്കണം. അതിനപ്പുറം UDF വന്നാലും LDF വന്നാലും പ്രത്യേകിച്ച് യാതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതായിരിക്കണം കേരളത്തിലെ പ്രധാനമായ ഒരു രാഷ്ട്രീയ ചർച്ച എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്വം ആരും നിർവഹിക്കില്ല. ആരും ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുക പോലുമില്ല. നമുക്കറിയാം, ഇവിടുത്തെ പ്രധാനമായ കക്ഷി, ഇതിന് നേതൃത്വം നൽകേണ്ട ഒരു പ്രബല കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കുന്ന സമീപനം കേവലം അധികാര രാഷ്ട്രീയം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് രാജ്യത്തിലെ മതന്യൂനപക്ഷ മുസ്ലിംകളുടെ ഇന്നത്തെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച്, അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അജണ്ടയോ ചർച്ചയോ അല്ല. ചർച്ച ചെയ്യുക പോലും ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു പത്രപ്രവർത്തകൻ മുസ്ലിം ലീഗിന്റെ
സംസ്ഥാന പ്രസിഡന്റിനോട് കർണാടകയിലെ ഫുൾട്ടേഴ്സർ രാജിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം